അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ്. മാർക്കറ്റിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനീഷൻ, കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ്, ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഉറപ്പായിട്ടും കണ്ടിട്ട് വരിക, ഞാൻ കാർഡിലിടാം. അപ്പോൾ ആ ഒരു വീഡിയോയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് കിടക്കുന്നത് ആ ഒരു വീഡിയോയിലാണ്. അതായത് മാർക്കറ്റിംഗ് എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള മീനിങ്, ഡെഫിനേഷൻ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കിതിൻ്റെ അടുത്ത പാർട്ടുകളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് കൺസ്യൂമർ എന്താണ്, കസ്റ്റമർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ആളെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അതായത് ഞാനൊരു സാധനം വാങ്ങിച്ചു, അത് വാങ്ങിക്കുമ്പോൾ തന്നെ ഞാനൊരു കസ്റ്റമറാണ്. പക്ഷേ ഞാനത് യൂസ് ചെയ്താൽ മാത്രമേ ഞാനൊരു കൺസ്യൂമർ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു കൺസ്യൂമർ ആവുന്നില്ല. അപ്പോൾ കസ്റ്റമറും കൺസ്യൂമറും ഡിഫറൻ്റ് ആണ്. ഒരു സാധനം വാങ്ങിക്കുന്ന ആളെ, അതായത് പേഴ്സൺ ഹു ബൈസ് ദ പ്രോഡക്റ്റ് ആണ് കസ്റ്റമർ, പേഴ്സൺ ഹു യൂസസ് ദ പ്രോഡക്റ്റ് ആണ് കൺസ്യൂമർ. ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിലേക്ക് കടക്കാം. നമ്മൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ഈസ് ഓൾ അബൌട്ട് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഫുൾഫില്ലിംഗ് ദ നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ കസ്റ്റമേഴ്സിനെ സെൻറ്റർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. കസ്റ്റമേഴ്സാണ് ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ സെൻട്രൽ പോയിൻറ്റ്. അതായത് എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ചെയ്യുന്നത്. കസ്റ്റമർ ഈസ് ദ കിങ് എന്ന് പറയും. അതായത് കസ്റ്റമറാണ് ഇതിനെല്ലാം എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കൺസ്യൂമർ എന്നുള്ള പോയിന്റിലേക്കാണ്. അപ്പോൾ കൺസ്യൂമറിൻ്റെ നീഡ്സ് എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ് എന്നൊക്കെ സ്റ്റഡി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു, അതായത് ഒരു കൺസ്യൂമറിൻ്റെ നീഡ്സിനെ മനസ്സിലാക്കുക, അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ നീഡ്സ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ, നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിംഗ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും നീഡുണ്ടോ എന്നുള്ളത് ആദ്യം അന്വേഷിക്കണം. അപ്പോൾ ഈ ഒരു നീഡുണ്ടോ എന്ന് കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ കൺസ്യൂമേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യണം, അവരുടെ ബിഹേവിയറിനെ പറ്റി സ്റ്റഡി ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇതവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്, the term consumer behavior is used to refer to the totality of thoughts and actions of the consumers in the market. അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ മാർക്കറ്റിൽ കാണിക്കുന്ന വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അവരുടെ ഒരു തോട്ട്സ് ആൻഡ് ആക്ഷൻസ്, അവരെന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. കൂടുതൽ ചില ആളുകൾ ഒരു മാർക്കറ്റിൽ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് അതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട് മേടിക്കാം, ആ ഒരു പാക്കേജിങ്ങിൽ അട്രാക്റ്റീവ്നെസ്സും കൊണ്ട് മേടിക്കാം. അല്ലെങ്കിൽ നേരത്തെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന പ്രോഡക്റ്റ് നല്ലതാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെപ്പറ്റി ചിന്തിക്കുന്നു, അത് മേടിക്കുന്നു. അങ്ങനെ ആ ഒരു നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ആ ഒരു തോട്ട്സ്, ആക്ഷൻസ്, അതിനെയൊക്കെയാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇതെന്താണെന്ന് ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആയിരിക്കും. അതായത് എൻ്റെ ബിഹേവിയർ ആയിരിക്കില്ല അടുത്തൊരാളുടെ ബിഹേവിയർ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ്, ഓരോ പേഴ്സണും യൂണീക്കാണ്. അപ്പോൾ അവരുടെ ബിഹേവിയറിലും ചേഞ്ചസ് കാണും. അപ്പോൾ ഇനി നമുക്ക് ഒരു ഡെഫിനീഷൻ നോക്കാം. ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനേഷനാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് സെലക്ട്, ബൈ, യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസസ് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, ഗ്രൂപ്പ്സ് ഒക്കെ എങ്ങനെയാണ് ഒരു സാധനം സെലക്ട് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്, അത് യൂസ് ചെയ്യുന്നത്, അതിനെ ഡിസ്പോസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം വരും ഒരു കൺസ്യൂമറിൻ്റെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന തോട്ട്സ്, അവരെന്തുകൊണ്ടാണ് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്, അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിവരുടെ ഈ ഒരു നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ,
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് അത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ പെർഫോമൻസ് എത്തുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനീഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ വരുന്നത് 5 സ്റ്റേജസ് ആണ്. ഈ 5 സ്റ്റേജസ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വരെ തുടരുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സൈക്കിളാണ് അതിനെ നമ്മൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സാണ് ഈ ഒരു കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്ന ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്ന സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്നത് റെക്കഗ്നീഷൻ ഓഫ് നീഡാണ്. അതായത് പ്രോബ്ലം റെക്കഗ്നീഷൻ എന്നാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. റെക്കഗ്നീഷൻ ഓഫ് എ നീഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ പോലെ പറയാം. Recognition of a need occurs when a consumer understands the difference between a desired situation and actual situation. അതായത് ഒരു ആവശ്യം, നീഡെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഒരു ഡിസൈഡ് സിറ്റുവേഷനും ഒരു ആക്ച്വൽ സിറ്റുവേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഒരു ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവുമ്പോഴാണ്. അതെന്താണെന്നൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. അതായത് a bank employee owns a bike and learns that he needs a car to travel along with his family. Here he realizes that a difference exists between the desired state, that is having a car, and the actual situation. അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ബാങ്ക് എംപ്ലോയി ഒരു ബൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണെന്ന് വിചാരിക്കുക, എനിക്കൊരു ബൈക്കുണ്ട്. അപ്പോൾ ഞാൻ ഒരു നീഡ് മനസ്സിലാക്കുകയാണ്. എനിക്കൊരു ബൈക്കേ ഉള്ളൂ, അപ്പോൾ എനിക്കൊരു കാറ് വേണം എൻ്റെ ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു നീഡ് റിയലൈസേഷൻ, ആ ഒരു ഗ്യാപ്പ്, ഇപ്പോൾ ഒരു ബൈക്കുണ്ട്, ഒരു കാറ് വേണം, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഡിസൈഡ് സ്റ്റേറ്റ്, ആക്ച്വൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈക്കുണ്ട്, ഡിസൈഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാറ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്യാപ്പിനെ, അത് തമ്മിലുള്ളൊരു ഗ്യാപ്പ് അത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു നീഡ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു നീഡ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് റാപ്പിഡ് ആവാം അല്ലെങ്കിൽ സ്ലോ ആവാം. അതായത് നമുക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വരാം, അല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെയൊരു നീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഞാനൊരു ദിവസം ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കീപാഡ് ഫോണേ ഉള്ളൂ. അപ്പോൾ അതിലേക്കൊരു സ്മാർട്ട് ഫോണിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് കണ്ടിട്ട് ആ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യണം. എനിക്കൊരു കീപാഡ് ഫോണേ ഉള്ളൂ, അപ്പോൾ ഇതിൻ്റെ നീഡുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ഒരു നീഡ് അറൈസ് ചെയ്യുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ഒരു നീഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി, അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലിയും കൊണ്ടാണ് എനിക്ക് അവിടെ ആ ഒരു നീഡ് അറൈസ് ചെയ്യുന്നത്. അതായത് ഞാനൊരു TV യിലൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലിയും കൊണ്ട് ഒരു നീഡ് അറൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ നീഡ് ഇങ്ങനെ നമുക്ക് എക്സ്റ്റേണൽ സ്റ്റിമുലി വഴിയോ ഇൻറ്റേർണൽ സ്റ്റിമുലി വഴിയോ അറൈസ് ചെയ്യാം. ഇൻറ്റേർണൽ സ്റ്റിമുലി എന്ന് പറയുന്നത് നമുക്ക് അല്ലാതെ തന്നെയുള്ള നീഡ്സ്, അതായത് നമ്മളിപ്പം ഒരു ഷോപ്പിംഗ് മാളിൽ കൂടെ നടന്നു പോകുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് വിശക്കുമ്പോൾ നമുക്ക് അതൊരു ഇൻറ്റേർണൽ സ്റ്റിമുലിയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള ആ ഒരു നീഡ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ സ്റ്റിമുലി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പോൾ എനിക്ക് ഈ ഒരു നീഡ് മനസ്സിലാവുന്നു. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊമോഷണൽ മെഷേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നീഡിനെ അറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിൻ്റ്, റെക്കഗ്നീഷൻ ഓഫ് എ നീഡ്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം, അതായത് ഇൻഫോർമേഷൻ സെർച്ച്. അപ്പം ഇൻഫോർമേഷൻ സെർച്ച് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ റെക്കഗ്നൈസിങ് ദ നീഡ് എ കൺസ്യൂമർ സെർച്ചസ് ഫോർ പ്രോഡക്റ്റ് റിലേറ്റഡ് ഇൻഫോർമേഷൻ. അതായത് ആദ്യം പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യുന്നു. അതായത് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു എനിക്കൊരു ഫോണിൻ്റെ നീഡുണ്ട്, സ്മാർട്ട് ഫോൺ മേടിക്കാനുള്ളൊരു നീഡ് എനിക്കുണ്ട്, അതെൻ്റെ ഒരു ആവശ്യമാണെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോഡക്റ്റ് റിലേറ്റഡ് ഇൻഫോർമേഷനെ പറ്റി, ആ ഒരു ഇൻഫോർമേഷൻസ്, ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതാണ് ഇൻഫോർമേഷൻ സെർച്ച്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്, ഇൻറ്റേർണൽ സെർച്ച്, എക്സ്റ്റേണൽ സെർച്ച്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബാങ്ക് എംപ്ലോയി, ആദ്യം പറഞ്ഞ ബാങ്ക് എംപ്ലോയിയുടെ ആ ഒരു എക്സാമ്പിൾ ഓർക്കുക. അദ്ദേഹത്തിനൊരു കാറ് വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം
അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും. ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് കാർസ്, ഏതൊക്കെ മോഡലാണുള്ളത്, ഏതൊക്കെ ബ്രാൻഡുകളാണുള്ളത് എന്നുള്ള രീതിയിലൊക്കെ സെർച്ച് ചെയ്യും. അതാണ് ഇൻഫോർമേഷൻ സെർച്ച്. അതിൽ വരുന്നതാണ് ഇൻറ്റേർണൽ സെർച്ചും എക്സ്റ്റേർണൽ സെർച്ചും. ഇൻറ്റേർണൽ സെർച്ച് എന്ന് പറയുന്നത് ഒരു ആൾ അയാളുടെ ഉള്ളിൽ, അതായത് എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവില്ല, നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവും, ഇത്രയും ബ്രാൻഡുകളുണ്ട്, അതിൽ നല്ല ബ്രാൻഡ് ഇതാണ് എന്നൊക്കെയുള്ള നമ്മുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി, അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഫ്രണ്ടിൻ്റെ കൂടെ പോയി പർച്ചേസ് ചെയ്തപ്പോഴോ എന്തെങ്കിലുമൊക്കെ നോളജ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ സെർച്ചിൽ നിന്ന് ഓരോ കാര്യങ്ങളെ ഓർത്തെടുക്കുന്നതാണ് ഈ ഒരു ഇൻറ്റേർണൽ സെർച്ചിനകത്ത് വരുന്നത്. എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു, സെർച്ച് ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സ്റ്റേർണൽ സെർച്ചാണ്. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അക്വയറിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഫ്രം ഔട്ട്സൈഡ് സോഴ്സസ്. അതായത് ഔട്ട്സൈഡ് സോഴ്സസിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസിനെ അക്വയർ ചെയ്യുന്നു. അതായത് ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, പ്രോഡക്റ്റ് ഡീലേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, കമ്പനി വെബ്സൈറ്റ്സ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ, എക്സ്റ്റേണൽ ലിങ്ക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ഇതിനകത്ത് ഒരു നീഡ് റെക്കഗ്നൈസ് ചെയ്തു. അതിനുശേഷം ഇൻഫർമേഷൻ സെർച്ച് നടത്തി, ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ. അതായത് എനിക്കിപ്പം ഞാൻ സ്മാർട്ട് ഫോണാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് 5 ബ്രാൻഡുകളെ പറ്റിയായിരിക്കും അറിയുള്ളൂ, എൻ്റെ എക്സിസ്റ്റിംഗ് നോളജിൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്റ്റേണലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചിലപ്പം ആളതിൽ എക്സ്പേർട്ടായിരിക്കും, കുറേ ബ്രാൻഡുകളെ പറ്റി അറിയായിരിക്കും, അതിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ പറ്റി അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ ഞാനൊരു കാറാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡീലറിൻ്റെ അടുത്ത് നിന്നൊക്കെ ഞാൻ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ സെർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അതായത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. അതായത് എനിക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി, കുറേ അറിയാം, ഇപ്പോൾ എനിക്ക് ബ്രാൻഡ്സൊക്കെ കുറേ അറിയാം. ഇനി നമ്മൾ ആ ഒരു കുറേ അറിയാവുന്ന ഒരു 10 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. 10 മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിനെ പറ്റി എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടി. അപ്പോൾ ഇനി എനിക്ക് പ്രോഡക്റ്റിൻ്റെ ചോയ്സസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്, എൻ്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. അതിൽ നിന്നാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ പ്രോഡക്റ്റിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ ഇതിലാണെങ്കിൽ ഞാൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിനകത്ത് പല ഫാക്ടേഴ്സ് വരുന്നതാണ്. അതായത് അതിൻ്റെ സ്ക്രീൻ സൈസ്, അതുപോലെ ക്യാമറയുടെ ക്വാളിറ്റി, അതുപോലെ ബാറ്ററി ബാക്കപ്പ്, മെമ്മറി, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ട് എനിക്കൊരു ഫോൺ മേടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഏറ്റവും നല്ല ഫോൺ, ഏറ്റവും നല്ല മെമ്മറിയുള്ള ഫോൺ, അങ്ങനെയൊക്കെ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ വെച്ചിട്ട് ഓരോന്നിനെയും ഓരോ ബ്രാൻഡുകളെ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ആ ബെനിഫിറ്റ്സൊക്കെ വെച്ചിട്ട് നോക്കും, ഏതാണ് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫോണിന് നോക്കും. അതിൽ തന്നെ ഓരോ കൺസ്യൂമറിനും ഓരോ ഫീച്ചേഴ്സിനോടായിരിക്കും താല്പര്യം. അതായത് ഇപ്പോൾ എനിക്കിഷ്ടം നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വേറൊരാൾ ഉദ്ദേശിക്കുന്ന നല്ല മെമ്മറി ഉള്ള ഫോണായിരിക്കും, വേറൊരാൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് കുറവുള്ള ഫോണായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺസ്യൂമറിൻ്റെയും ബിഹേവിയർ ഡിഫറൻ്റ് ആണ്. അവർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ള ഒരു ഇതിനകത്ത് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് പർച്ചേസ് ഡിസിഷനാണ്. അതായത് ഡിസൈഡ്സ് ഓർ സെലക്ട്സ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ടു ബി ബ്രോട്ട്. അതിനകത്ത് ഡിസൈഡ് ചെയ്യാണ് ഞാൻ ഈ പ്രോഡക്റ്റാണ് മേടിക്കുന്നത് എന്നുള്ളൊരു ഡിസിഷൻ കസ്റ്റമർ എടുക്കുകയാണ്. അതാണ് ഈ ഒരു പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഈ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവാലുവേഷനെ ബേസ് ചെയ്തിരിക്കും ഏത് പ്രോഡക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് തീരുമാനിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. അതായത് എവിടെ നിന്നാണ് ഇത് മേടിക്കേണ്ടത്, ഏത് സെല്ലറിൻ്റെ അടുത്തു നിന്നാണ്, ഏത് സമയത്ത് പോയിട്ടാണ് മേടിക്കേണ്ടത്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരു സെല്ലർ ഡിസ്കൗണ്ട് തരുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നല്ല സർവീസൊക്കെ തരുന്ന ഡിസ്കൗണ്ട് ഉള്ളത് സെല്ലറൊക്കെ ആണെങ്കിൽ ഞാൻ അവരുടെ അടുത്തുനിന്ന് മേടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ ബയ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഫൈനൽ സ്റ്റേജ് നോക്കാം. അതായത് പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷനാണ്. അതായത് ഇവാലുവേറ്റിംഗ് ദ പ്രോഡക്റ്റ് ടു നോ വെദർ ഇറ്റ്സ് ആക്ച്വൽ പെർഫോമൻസ് മീറ്റ്സ് ദ എക്സ്പെക്റ്റഡ് ലെവൽസ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ
ആക്ച്വൽ പെർഫോമൻസ് എക്സ്പെക്റ്റഡ് ലെവൽസുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചു, ഞാൻ ആ സ്മാർട്ട് ഫോൺ മേടിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഞാൻ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്, ഞാൻ വിചാരിച്ച പോലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് എക്സ്പെക്റ്റഡ് ലെവൽസ് നോക്കിയിട്ട് ഞാനതിനെ റാങ്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ വരാം, ഡിസാറ്റിസ്ഫാക്ഷൻ വരാം, അല്ലെങ്കിൽ കസ്റ്റമർ ഡിലൈറ്റ് ആവാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതെന്നെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്കത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്, എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതിലും കൂടുതലാണെങ്കിൽ, അതായത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഡിലൈറ്റായി, എനിക്ക് കൂടുതൽ പെർഫോമൻസ് കിട്ടി, ഞാൻ ഒത്തിരി ഹാപ്പിയായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് സാറ്റിസ്ഫാക്ഷനേക്കാളും മേളിൽ നമ്മൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലേക്ക് പോകുന്നൊരു സ്റ്റേജാണ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഡിസാറ്റിസ്ഫാക്ഷനാണ്. അതായത് ലോ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, ഞാൻ വിചാരിച്ച അത്രയും പോലും പെർഫോമൻസ് ഇല്ല, ഭയങ്കര ലോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ഇത് എൻ്റെ ഒരു ബിഹേവിയറിനെ അത് ബാധിക്കും. അതായത് ഞാൻ പിന്നെ അത് റീപർച്ചേസ് ചെയ്യില്ല, വേറെ ആർക്കും അത് റെക്കമെൻഡ് ചെയ്യില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ആ ബ്രാൻഡിനെ പറ്റി എനിക്ക് നല്ലൊരു ഇതായിരിക്കില്ല, നല്ലൊരു അഭിപ്രായം ആയിരിക്കില്ല. വേറെ ആരെങ്കിലും ഒപ്പീനിയൻസ് ചോദിക്കുമ്പോൾ ഞാൻ നല്ലൊരു അഭിപ്രായം പറയില്ല. അങ്ങനെയൊക്കെയുള്ള, അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് വാങ്ങിക്കില്ല. അപ്പോൾ ഈ ഒരു പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അതായത് എല്ലാ മാർക്കറ്റേഴ്സും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളും മെയിനായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷനിൽ കസ്റ്റമർ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു നീഡിനെ ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുന്നത്. അതായത് അവരുടെ ബിഹേവിയർ എന്താണ് എന്നൊക്കെ പഠിച്ച് അവരുടെ നീഡിനെ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന ആ രീതിയിലൊരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അതിന് മേളിലുള്ളൊരു ഡിലൈറ്റോ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഇതിൽ 5 സ്റ്റേജസ് ആണ് വരുന്നത്. പ്രോബ്ലം റെക്കഗ്നീഷൻ, അതായത് ഒരു നീഡ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫോർമേഷൻ സെർച്ചാണ്, അതിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസിനെ സെർച്ച് ചെയ്യുന്നു. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് ആ സെർച്ച് ചെയ്ത ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. കുറേ ഡേറ്റാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് പല പ്രോഡക്റ്റുകളെ നിരത്തി വെച്ചിട്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അടുത്തത് പർച്ചേസ് ഡിസിഷനാണ്, അതായത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, അതായത് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പ്രോഡക്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു 5 സ്റ്റെപ്സാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നല്ല ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.